നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സഖാവെ, നിങ്ങളായിരുന്നു ശരി, നിങ്ങൾ മാത്രമായിരുന്നു ശരി എന്ന് 1000 ആവർത്തി പലരും പതുക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ ചെയ്തത് വലിയ തെറ്റായിപ്പോയി എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ വെളിച്ചമില്ലാതെയാകുമ്പോൾ, മരുന്നില്ലാതെയാകുമ്പോൾ, വസ്ത്രം ലഭിക്കാതാകുമ്പോൾ, അവരെ ഒരു നായ്ക്ക് തുല്യമായി പോലും പരിഗണിക്കാതെ ഇരിക്കുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു പിണറായി വിജയൻ നിങ്ങളായിരുന്നു ശരി എന്ന്, കഴിഞ്ഞുപോയ മുഖ്യമന്ത്രി ആയിരുന്നു ശരി എന്ന് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഇവിടെ നമുക്കറിയാം, ഈ മാത്യു ടി തോമസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു. അപ്പോൾ ആ കുറിപ്പിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ മാത്യു ടി തോമസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ പോസ്റ്റിൽ നിന്ന് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: 2018 പ്രളയകാലം. മാത്യു ടി തോമസ് എന്ന് പറഞ്ഞാൽ 2016 മുതൽ 21 വരെയുള്ള കാലഘട്ടത്തിൽ പിണറായി വിജയൻ സർക്കാരിൽ ജലവിഭവ മന്ത്രിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യമാണ്. അപ്പോൾ 2018 പ്രളയകാലം, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ മന്ത്രിമാരടക്കം 24/7 പ്രവർത്തന സജ്ജരായി കാര്യങ്ങൾ ഓടിക്കുന്നു. മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്ത് പോകുവാനുള്ള തീയതി എത്തി. ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്ന ഞാൻ അദ്ദേഹത്തെ കണ്ട് വളരെ മടിച്ചു. ഇത്രയും പറഞ്ഞൊപ്പിച്ചു. CM-ൻ്റെ രോഗാവസ്ഥയുടെ ഗൗരവം എനിക്കറിയില്ല. ചികിത്സ മറ്റൊരു സമയത്തേക്ക് മാറ്റാവുന്നതാണോ എന്നും അറിയില്ല. എന്നാൽ ഈ ദുരന്തകാലത്ത് CM ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി വളരെ പെട്ടെന്ന് തന്നെ വന്നു: അതൊക്കെ വിലയിരുത്താനുള്ള ശേഷി എനിക്കില്ലാതായിട്ടില്ല. യെസ് ഓർ നോ മറുപടിയിൽ ഇല്ല. ചികിത്സ ആഴ്ചകളോളം നീട്ടിവെച്ചു. പിണറായി തന്നെ എല്ലാത്തിനും നേതൃത്വം നൽകി. എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ ജനങ്ങൾക്ക് ആത്മവിശ്വാസം പകർന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിൽ പഴയതൊക്കെ ഒന്ന് ഓർത്തുപോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്മൈലിയും പങ്കുവച്ചിട്ടുണ്ട്. കൂപ്പ് ഇടുന്ന സ്മൈലി. ഇത് മാത്യു ടി തോമസ് എന്ന് പറയുന്ന ജലവിഭവ വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. അതായത് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന്, അല്ലെങ്കിൽ അന്നത്തെ നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹം മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുന്ന കാര്യം നമുക്കറിയാം. മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ എന്താണ് എന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഗുരുതരമായ രോഗബാധിതനായിരിക്കുന്ന അദ്ദേഹത്തിന് വീണ്ടും അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകാനുള്ള തീയതി അടുത്തിരിക്കുന്നു, ദിവസം അടുത്തിരിക്കുന്നു. ആ സമയത്താണ് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിൽ ഒരു പ്രളയമുണ്ടാകുന്നത്. അങ്ങനെ ഒരു പ്രളയമുണ്ടായ സാഹചര്യത്തിൽ പെട്ടെന്ന് എന്താണ് ചെയ്യേണ്ടത്? കാര്യം എല്ലാ മന്ത്രിമാരെയും വിളിച്ചു ചേർത്തിട്ട് നിങ്ങൾ എല്ലാവരും 24/7 എന്നുള്ള നിലയ്ക്ക്, അതായത് 24 മണിക്കൂറും 7 ദിവസവും ഒരു മിനിറ്റോ ഒരു മണിക്കൂറോ പോലും കളയാതെ ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളിൽ സുസജ്ജരാകണം എന്നുള്ള നിർദ്ദേശം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ചെയ്തിരുന്നത് എന്താ? ഓരോ ദിവസവും എന്തൊക്കെയാണ് അപ്ഡേഷൻ എന്നുള്ള കാര്യം മാധ്യമങ്ങളിലൂടെ വളരെ കൃത്യമായി പൊതുജനത്തെ അറിയിച്ചുകൊണ്ടിരുന്നു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളുണ്ടായിരുന്നു, അക്കാര്യത്തിൽ അവർക്ക് വേണ്ട ആശ്വാസം പകരുന്ന വാക്കുകളുണ്ടായിരുന്നു. ഇനി NDRF ടീമിനെ പോലുള്ള, അതുമല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇവരെ എവിടെയൊക്കെ വിന്യസിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം, ടോൾ ഫ്രീ നമ്പറുകൾ ആൾക്കാരുടെ അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതും കൂടാതെ അവർക്ക് നൽകേണ്ട പരിഗണനകളെക്കുറിച്ചും അവർക്ക് അതോടൊപ്പം ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ അടക്കമുള്ളവരെ ഇതിനകത്തേക്ക്, അതായത് ഈ പ്രളയകാല പ്രവർത്തനങ്ങളിലേക്ക് പങ്കാളികളാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉദ്ഘോഷിക്കലടക്കം പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അന്ന് എല്ലാ ദിവസവും മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് DYFI എന്നില്ല, സേവാഭാരതി എന്നില്ല, യൂത്ത് കോൺഗ്രസ് എന്നില്ല, SFI എന്നില്ല, KSU എന്നില്ല, ABVP എന്നില്ല, ഏതൊരു സംഘടനയോടും ഇവിടുത്തെ സേവന സന്നദ്ധരായി നിൽക്കുന്ന ആർക്കും ഇതിൽ പങ്കെടുക്കാം. അതിനകത്ത് പാർട്ടിയുടെ നിറമോ കൊടിയോ ഒന്നും വേണ്ട, ഏത് പാർട്ടി ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കതിൽ പങ്കെടുക്കാം എന്ന് നമ്മളോടെല്ലാവരോടും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രി ആ ഒരു രോഗാവസ്ഥയിൽ മയോ ക്ലിനിക്കിൽ പോയി ചികിത്സ തേടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി അതെല്ലാം അദ്ദേഹം മാറ്റിവെക്കുകയാണ്. അതെല്ലാം മാറ്റിവെച്ച് ആഴ്ചകളോളം നീണ്ട പരിശ്രമം, നമ്മുടെ നാട്ടിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ കേരളത്തിലെ ഓരോരുത്തർക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാൻ കഴിയുന്ന തരത്തിലേക്ക് ഇവിടുത്തെ സാഹചര്യങ്ങളിലെ മാറ്റിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അന്ന് പ്രളയമുണ്ടായപ്പോൾ നമ്മുടെ നാട്ടിലുള്ള UDF-കാർ പറഞ്ഞു വരുത്തിയ ഒരു വലിയ പച്ച നുണ ഇപ്പോൾ സത്യമാണ്, അല്ലെങ്കിൽ അതൊരു വലിയ പച്ച നുണയാണ് എന്ന് ഇപ്പോൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. അന്ന് MM മണി ചെന്നിട്ട് എല്ലാ ഡാമുകളും ഒരു രാത്രി കൊണ്ട് തുറന്നു വിട്ടു എന്നുള്ളതായിരുന്നു പ്രതിപക്ഷം അടക്കം അന്ന് ഇവിടെ ഉയർത്തിക്കൊണ്ടിരുന്ന ഏറ്റവും വലിയ ആരോപണം. ഇന്ന് അബിൻ വർക്കി അടക്കമുള്ള നേതാക്കന്മാർ അത് പറയുമോ?
ഇന്ന് നമ്മുടെ സണ്ണി വക്കീൽ പോയിട്ട് കേരളത്തിൻ്റെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെയുള്ള ഡാമുകളുടെ എല്ലാം ഷട്ടർ വലിച്ചു പൊക്കിയിട്ട് ഓടിപ്പോയി വീട്ടിൽ പോയി ഇരുന്നു എന്ന് ആരെങ്കിലും പറയുമോ? സണ്ണി വക്കീലാണല്ലോ ഇന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി. അങ്ങനെയുള്ള വൈദ്യുതി വകുപ്പ് മന്ത്രി അവിടെ പോയി ഇതൊക്കെ ചെയ്തു കൂട്ടി എന്ന് ഇന്ന് പറയാൻ ഇതുവരെ ഒരു DYFIക്കാരനും ഒരു CPMകാരനും ഇതുവരെ തയ്യാറായിട്ടില്ല, പറയില്ല. കാര്യം അങ്ങനൊരു വിവരക്കേട് DYFIക്കാരുടെ CPMൻ്റെ വായിൽ നിന്ന് വീഴത്തില്ല, അത് കോൺഗ്രസിൻ്റെ വായിൽ നിന്ന് മാത്രമേ വീഴൂ. അപ്പോൾ അങ്ങനെ വരെ പറഞ്ഞ് കള്ളത്തരം പ്രചരിപ്പിച്ച് അതിനെപ്പോലും പൊളിറ്റിക്കൽ മുതലെടുപ്പിന്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പരിശ്രമിച്ചവരാണ് നമ്മുടെ UDFകാർ. അതിന് രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു. കാര്യം CPMകാർ പണം അടിച്ചു മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ ബക്കറ്റ് പിരിവ് നടത്താൻ വേണ്ടി CMDRFിലേക്ക് പണം നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ കണ്ട നാട്ടിൽ കിടന്ന എല്ലാ അണക്കെട്ടുകളും തുറന്നു വിട്ട് ജനങ്ങളെ മുക്കിക്കൊന്നു. ഇതാണ് അന്ന് UDFിൻ്റെ ഭാഷ്യം. എന്നാൽ ഇന്ന് ഇപ്പോൾ ഉണ്ടായ പ്രളയത്തിൽ UDFകാർക്കെതിരെ ഇങ്ങനൊരു ആരോപണം CPMകാർ ഉന്നയിക്കുന്നില്ല. കാരണം എന്താ? എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തത CPMനുള്ളത് കൊണ്ടാണ്. ഇവിടെ കൃത്യമായ അലർട്ട് കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞോ? ഇവിടുത്തെ സർക്കാർ സംവിധാനത്തിന് കൃത്യമായ അലർട്ട് കൊടുത്തോ? എവിടെയായിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി? ആ സമയത്ത് ഹെലികോപ്റ്റർ റോന്തു ചുറ്റുകയായിരുന്നു. അമ്പലത്തിൽ പോയി തട്ടേ കയറി ഇരുന്നു കൊണ്ട് തുലാഭാരം നടത്തുകയായിരുന്നു. അമ്മായച്ചന് ഓറഞ്ച് പൊളിച്ചു കൊടുക്കുകയായിരുന്നു ഈ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമ്മുടെ കേരളത്തിന് ഇപ്പോൾ ഉള്ളത്. അതേസമയം അന്നത്തെ മുഖ്യമന്ത്രി അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ ഒരുമിച്ചിറങ്ങുകയല്ലേ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അതാണ് ഒരു മുഖ്യമന്ത്രിയോട് ജനങ്ങൾക്കുള്ളൊരു വിശ്വാസം. അവിടെയാണ് സഖാവെ നമ്മൾ എന്ത് ചെയ്യും? ഒരൊറ്റ ചോദ്യമാണ്. അവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കണം, അല്ലെങ്കിൽ അത് ചെയ്യണം, ഇത് ചെയ്യണം, അല്ലെങ്കിൽ അവിടെ ഇതെല്ലാം കഴിയുമ്പോൾ ഇതെല്ലാം വൃത്തിയാക്കണം, നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തൻ്റെ ഇടമുള്ള ചങ്കുറപ്പുള്ള മുഖ്യമന്ത്രിക്ക് ഒറ്റ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. എന്താ? നമ്മൾ ഒന്നിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്നൊരു ചോദ്യം. ഒരൊറ്റ ചോദ്യം മതിയായിരുന്നു നമ്മുടെ കേരളത്തിലുള്ളവർക്ക്. അത് കേട്ടാൽ മാത്രം മതിയായിരുന്നു. അതാണ് തരുന്നതാണ് ആത്മവിശ്വാസം. ആത്മവിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു മുഖ്യമന്ത്രി മുന്നിൽ നിന്ന് നയിച്ചതിൻ്റെ ഒറ്റ പിൻബലത്തിലാണിതാ നമ്മുടെ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ചെറുപ്പക്കാർ ഇവിടെ ഞങ്ങളുണ്ട് നിങ്ങളെ സഹായിക്കാൻ. ഞങ്ങൾക്കൊരു കഷ്ടകാലം വരുമ്പോൾ നിങ്ങൾ പിന്നീട് സഹായിച്ചാൽ മതി. നിങ്ങളുടെ കഷ്ടകാലത്തിൽ ഞങ്ങളുണ്ട്, ഞങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ സഹായിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വള്ളം എടുത്തുകൊണ്ട് ഇവിടെ നമ്മുടെ മലയോര മേഖലകളിലേക്ക് പോയിട്ടുള്ള ഒരു പറ്റം ആളുകളുണ്ടെന്നേ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ. മുഖ്യമന്ത്രി അവരെ വിളിച്ച പേരായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം നാവികസേന. അതാണ് അവർക്ക് നൽകിയ പേര്. അപ്പോൾ നമ്മുടെ നേവി ടീം അവിടേക്ക് പോയി ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്തു, ആൾക്കാരെ രക്ഷപ്പെടുത്തിയാൽ കൊണ്ടുവരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അവിടെയാണ് ഒരു കൃത്യമായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു മുഖ്യമന്ത്രിയുടെ പവർ അവിടെയാണുള്ളത്. അദ്ദേഹം മയോ ക്ലിനിക്കിൽ പോയില്ല. അദ്ദേഹം കൃത്യമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്തു. ആഴ്ചയിലെ എന്തൊക്കെയാണോ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പരിപാടികൾ അത് കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്തിട്ട് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ വേണ്ടി താൻ അവിടെ ഉണ്ടാകണമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട്. കാര്യം എന്താ? തൻ്റെ നാട് ഒരു വലിയ, അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിച്ച തൻ്റെ ജനങ്ങൾ ഒരു വലിയ കഷ്ടകാലത്തെ അഭിമുഖീകരിക്കുന്നു. അതിനെ തരണം ചെയ്യാൻ അവർക്കൊപ്പം നിൽക്കേണ്ടത് തൻ്റെ ഉത്തരവാദിത്തമാണ്, തൻ്റെ കടമയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച ഒരു നേതാവായിരുന്നു പിണറായി വിജയൻ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് പലർക്കും പറയേണ്ടി വരുന്നത്, ഞങ്ങൾ ചെയ്തു പോയി ഒരു തെറ്റ്. എന്താണ് ആ തെറ്റ്? വോട്ട് ചെയ്ത് UDF എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ അധികാരത്തിൽ കൊണ്ടുവന്നു പോയി. പലരും പച്ചയ്ക്ക് പറഞ്ഞു തുടങ്ങി, ഞങ്ങൾ ആ തെറ്റ് ചെയ്തു പോയി, അല്ലേ, ഞങ്ങൾ ആ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾക്ക് പിണറായി വിജയൻ ആയിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് അവർക്ക് ബോധ്യം വന്നു തുടങ്ങി. അതാണ് രണ്ട് ആൾക്കാരും തമ്മിലുള്ള UDFൻ്റെ ഒരു മന്ത്രിസഭയും LDFൻ്റെ മന്ത്രിസഭയും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. ഇപ്പോഴും നമ്മൾ നോക്കിക്കോളൂ, ഇപ്പോഴും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒറ്റ ടീഷർട്ട് എല്ലാവരും കാണുന്നല്ലോ. അതിൽ DYFI എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. പിന്നെ NDRF ടീമുമാണ്. അവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ ആരെയും കാണാനില്ല. സേവാഭാരതിയുടെ വളരെ കുറച്ച് പേരൊക്കെ എന്തോ സേവാഭാരതിയുടെ ഉള്ളൂ. പിന്നെ സേവാഭാരതി കഴിഞ്ഞ പ്രളയകാലത്ത് വെറുതെ ടാർപ്പാളിയും കെട്ടിയ വണ്ടി ഓടിച്ചവരാണെന്ന് നമുക്കറിയാം. ഒന്നിനകത്തൊന്നുമില്ല, കാറ്റ് മാത്രം നിറച്ച വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നവരാണ് അവർ. അതുപോട്ടെ, അവർക്ക് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങളോടൊന്നും ചെയ്യാനില്ല, ഒന്നും പറയാനുമില്ല. പക്ഷെ അങ്ങനെയാണോ ഇപ്പോഴുള്ള മുഖ്യമന്ത്രി? കള്ളത്തരം പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ പ്രചരിപ്പിക്കാമോ അതെല്ലാം കാപട്യം പ്രചരിപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നിട്ട് ജുവലറി ഉദ്ഘാടനത്തിന് പോകുന്ന ഒരു മുഖ്യമന്ത്രി. ചിന്തിക്കാൻ പറ്റുമോ നമ്മുടെ കേരളത്തിലുള്ളവർക്ക്? റോമാ സാമ്രാജ്യം കത്തിയെരിയുമ്പോൾ നീരോ ചക്രവർത്തി വീണ വായിച്ചു എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തമായൊരു സംഭവമുണ്ട്.
അതിനോട് ഉപമിച്ചുകൊണ്ട് പല ആവർത്തി പലരും പറഞ്ഞു കഴിഞ്ഞു അത്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇതൊന്നും ശരിയല്ല, ഈ സംവിധാനം ശരിയല്ല, ഈ സിസ്റ്റം ശരിയല്ല. എന്നിട്ടൊരു പത്രസമ്മേളനം വിളിക്കുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെ നുണകൾ പ്രചരിപ്പിക്കാൻ പറ്റുമോ, വസ്തുതാവിരുദ്ധമായി എന്തൊക്കെ പറയാൻ പറ്റുമോ അത്രയും കാര്യങ്ങൾ പറയുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോഴും. അതുകൊണ്ട് തന്നെയാണ് പൊതുജനം ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ തെറ്റ് ചെയ്തു പോയി, ഞങ്ങൾ UDF വിജയിപ്പിച്ചു എന്ന് പറയുന്ന ഒരു വലിയ തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി, പിണറായി ആയിരുന്നു ശരി എന്നുള്ള കാര്യം ഇപ്പോഴാണ് പൊതുജനത്തിന് മനസ്സിലായി തുടങ്ങിയത്. ഒരു കഷ്ടകാലം വന്നപ്പോൾ അവരെ കൈപിടിക്കാൻ, അവരുടെ മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാൻ, എല്ലാ ദിവസവും അവിടെ നടക്കുന്ന ഓരോ സംഭവത്തെക്കുറിച്ചും മാധ്യമങ്ങളോട് വ്യക്തമാക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ തരാൻ ഒരാൾ ഇല്ലാതായി പോയതിൻ്റെ ഏറ്റവും വലിയ ദോഷവശം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ കേരളീയ സമൂഹം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.